ബഹളവും ഒന്നും വേണമെന്നില്ല, ഇങ്ങനെയും ക്രിസ്മസ് ആഘോഷിക്കാം. രാവിലെ തന്നെ എണീറ്റ് ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് എങ്ങനെ മടി പിടിച്ചിരിക്കാന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ന് ക്രിസ്മസ് ആണെന്ന് ഓർമ്മ വന്നത്. ഓണം, പെരുന്നാൾ, ക്രിസ്മസ് അങ്ങനെ ആഘോഷം എന്തോ ആവട്ടെ, ഞങ്ങൾ കോഴിക്കോട്ടുകാർ ബിരിയാണി കഴിക്കും. നാട്ടിൽ ഏറ്റവും നല്ല ബിരിയാണി കോഴിക്കോടാന്നുള്ളതിൽ ഒരു സംശയമില്ലെങ്കിലും കോഴിക്കോട്ട് ഏറ്റവും നല്ല ബിരിയാണി ഏതാന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. പക്ഷെ എന്നോട് ചോദിച്ച ഒരു സംശയമില്ലാതെ ഞാൻ പറയും, അത് ഞങ്ങളുടെ നാട്ടിലെ കല്യാണ വീട്ടിലെ ബിരിയാണിയാണ്. ഫുഡ് അടി കഴിഞ്ഞ് വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നേരെ വൈബ് പിടിക്കാൻ വേണ്ടി ക്രിസ്മസ് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇതാണ്. എല്ലാ മുക്കും മൂലയും ഒരേപോലെ, ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. പക്ഷെ എല്ലാ കൊല്ലവും ഒരേ എക്സൈറ്റ്മെന്റോടെയാണ് ഞാൻ പോകുന്നത്. നാട്ടിൽ ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനും ഒക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ, ഏറെക്കുറെ ആ ഒരു വൈബാണ്. ചുമ്മാ കറങ്ങി നടക്കുക, വായി നോക്കുക, ഫുഡ് അടിക്കുക, ഇതൊക്കെ തന്നെ. ഗ്രീൻ പീസ് ഫ്രൈക്കും കോലൈസിനും പകരം ഇവിടെ ഗോമ കാരമൽ, ആപ്പിൾസും ചുറോസും ഒക്കെ കഴിച്ച് നടക്കുന്നു. തണുപ്പും ചൂട് പിടിക്കാൻ തീയും ഒക്കെ ഉണ്ടെങ്കിലും മെയിൻ റോൾ ചെയ്യേണ്ട ആളിതുവരെ എത്തിയിട്ടില്ല. സ്നോ നിറയെ സ്നോ വീണ് വെള്ള പൊതിച്ച് നിൽക്കുമ്പോഴാണ് ക്രിസ്മസ് മാർക്കറ്റിന്റെ ശരിക്കുള്ള ഭംഗി. നോർവീജിയൻസിന്റെ ഏറ്റവും വലിയ സന്തോഷം തന്നെ ഇവരുടെ വൈറ്റ് ക്രിസ്മസ് ആണ്. ഇത്തവണ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ക്രിസ്മസ് പോലെ. നമ്മുടെ ഉത്സവപ്പറമ്പിലെ ചന്തകളിലെല്ലാം ചീപ്പ് ഐറ്റംസ് ആണെങ്കിൽ ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എല്ലാം ഓത്തന്റിക് ട്രഡീഷണൽ നോർവീജിയൻ ഐറ്റംസ് ആണ്. പക്ഷെ എല്ലാ കൊല്ലം സെയിം ആയതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഷോപ്പ് ചെയ്യാറില്ല. എന്നാലും എല്ലാം കണ്ടിങ്ങനെ ആർമാദിച്ച് നടക്കും. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. പക്ഷെ ഞാൻ എപ്പോൾ സന്തോഷിച്ചാലും അത് സീകളിന് പിടിക്കാറില്ല. ഇന്നും കിട്ടി ഐശ്വര്യമായിട്ട് തലയിൽ. എനിക്ക് തിരിച്ച് അതേ നാണയത്തെ തിരിച്ചടിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ അഹങ്കാരമാണ് അതിന്. എന്തെങ്കിലും ഒരിക്കൽ കൈ കിട്ടട്ടെ, ഞാൻ അൽഫാം അടിച്ചു തിന്നു. അടുത്ത കൊല്ലത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ സീകൾ ഫ്രൈയും കൂടെ വേണമെന്നാണ് എന്റെ ഒരു ഇത്. സീകൾ കാട്ടം കിട്ടാതിരിക്കുക എന്നുള്ളതാണ് 2026 മെയിൻ ന്യൂ ഇയർ വിഷ്.